ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ യുവതാരം സഞ്ജുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എപ്പോഴും ശാന്തനും പുഞ്ചിരിക്കുന്നവനുമായ ഒരു മുഖമാണ്. കളത്തിനകത്തും പുറത്തും അങ്ങേയറ്റം പക്വതയോടെ പെരുമാറുന്ന താരം. സാക്ഷാൽ MS ധോണിയുടെ പിൻഗാമിയായി ആരാധകർ കാണുന്ന സഞ്ജു പിച്ചിൽ അപൂർവമായി മാത്രമേ തൻ്റെ നിയന്ത്രണം വിടാറുള്ളൂ. എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങളും വാശിയേറിയ മുഹൂർത്തങ്ങളും നിറഞ്ഞ മത്സരങ്ങൾക്കിടയിൽ ഏതൊരു മനുഷ്യനെയും പോലെ സഞ്ജുവിൻ്റെയും ഉള്ളിലെ പോരാളി ഉണർന്നിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അമ്പയർമാരോടും എതിർ താരങ്ങളോടും പൊരുതി നിന്ന ആ അപൂർവ നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആദ്യത്തെ സംഭവം IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സൂപ്പർ താരം ഹെൻറിച്ച് ക്ലാസനുമായി ഉണ്ടായ വാക്കുതർക്കമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനായി കീപ്പറായി നിന്ന സഞ്ജു ഒരു തകർപ്പൻ സ്റ്റമ്പിങ്ങിലൂടെ ക്ലാസനെ പുറത്താക്കുകയുണ്ടായി. പുറത്തായി മടങ്ങുകയെന്ന ക്ലാസിനോട് സഞ്ജു എന്തോ പ്രകോപനപരമായി പറഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ക്ലാസൻ തിരികെ കയർത്തതോടെ ഇരുവരും പരസ്പരം മുഖാമുഖം നിന്നു. സഹതാരങ്ങൾ ഓടിയെത്തിയാണ് പിന്നീട് രംഗം ശാന്തമാക്കിയത്. മത്സരശേഷം ഇരുവരും കെട്ടിപ്പിടിച്ച പ്രശ്നം തീർത്തുവെങ്കിലും സഞ്ജുവിനെ ഇത്രയധികം ദേഷ്യത്തിൽ ആരാധകർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമതായി നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുമായുള്ള ഗ്രൗണ്ടിലെ ഉരസലാണ്. രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു നയിച്ചിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം. ജഡേജയെ റണ്ണൌട്ടാക്കാൻ സഞ്ജു എറിഞ്ഞ പന്ത് നേരെ ജഡേജയുടെ ശരീരത്തിലാണ് പതിച്ചത്. ജഡേജ മനഃപൂർവ്വം ഓടുന്ന വഴി മാറി ത്രോ തടസ്സപ്പെടുത്തിയെന്ന് സംശയിച്ച സഞ്ജു അദ്ദേഹത്തോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയായിരുന്നു. അല്പം പരുക്കനായി പെരുമാറിയ സഞ്ജു പിന്നീട് അമ്പയറോട് കാര്യം പറഞ്ഞ് കൂടുതൽ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. മൂന്നാമത്തെ സംഭവം അമ്പയർമാരുടെ തീരുമാനത്തിനെതിരെ സഞ്ജു പരസ്യമായി പൊട്ടിത്തെറിച്ചതാണ്. 2024 IPL സീസണിൽ ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ സഞ്ജു പുറത്തായ രീതി വലിയ ചർച്ചയായിരുന്നു. ബൗണ്ടറി ലൈനിനടുത്ത് ഷായ് ഹോപ്പ് എടുത്ത ക്യാച്ച് ശരിയാണോ എന്നതിൽ സംശയമുണ്ടായതോടെ സഞ്ജു നേരെ ഗ്രൗണ്ടിൽ വന്ന് അമ്പയർമാരുമായി തർക്കത്തിലേർപ്പെട്ടു. തീരുമാനം അനുകൂലമാകാത്തതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് പിന്നീട് വലിയ തുക പിഴയായും ഒടുക്കേണ്ടി വന്നു. അവസാനമായി ഹർദിക് പാണ്ഡ്യയുമായുള്ള മൈതാനത്തെ വാശിയേറിയ പോരാട്ടമാണ്. ഹർദിക്കിന്റെ പന്തിൽ സഞ്ജു അടിച്ച ഒരു കിടിലൻ ഷോട്ട് ഹർദിക്കിനെ പ്രകോപിപ്പിച്ചു. ഇതിനു പിന്നാലെ ഹർദിക് സഞ്ജുവിനെ സ്ലെഡ്ജ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കേറ്റത്തിന് നിൽക്കാതെ ബാറ്റുകൊണ്ട് മറുപടി നൽകാനാണ് സഞ്ജു തയ്യാറായത്. തൊട്ടടുത്ത ഓവറുകളിൽ റാഷിദ് ഖാനെതിരെ തുടർച്ചയായി 3 സിക്സറുകൾ പറത്തി സഞ്ജു അതിനുള്ള മറുപടി നൽകി. കൂൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുമ്പോഴും ടീമിനു വേണ്ടി ആവശ്യമുള്ളപ്പോൾ തൻ്റെതായ നിലപാടുകൾ ഉറക്കെ പറയാൻ മടി കാണിക്കാത്ത ഒരു യഥാർത്ഥ പോരാളിയാണ് സഞ്ജുവെന്ന് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നു.